രണ്ട് സ്ഥാനാർത്ഥികൾ മുഖാമുഖം വരുന്ന ഒരു ദൃശ്യത്തിൽ കാര്യങ്ങൾ പോവുകയാണ്. ആ ദൃശ്യത്തിലേക്ക് എങ്ങനെ രണ്ടുപേരും ഒന്നിച്ച് കൂട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിലാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും ഒപ്പം തന്നെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള PV അൻവറും പരസ്പരം കണ്ടുമുട്ടിയത്. അവർ രാവിലെ വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചതിന് ശേഷമാണ് രണ്ടുപേരും ഈ ബൂത്തിൽ സന്ദർശിക്കാൻ എത്തിയത്. വോട്ടർമാരെ കാണാനും ഒപ്പം തന്നെ വോട്ടെടുപ്പ് നിരീക്ഷിക്കാനുമായി എത്തിയത്. ഇതിനിടെയാണ് ഇരുവരും പരസ്പരം കണ്ടുമുട്ടുന്ന സ്ഥിതി ഉണ്ടായത്. ഇതിനിടെ ആര്യാടൻ ഷൗക്കത്ത് PV അൻവറിന് കൈ കൊടുക്കുകയുണ്ടായി. കൈ കൊടുത്തു. അതിനുശേഷം PV അൻവർ ആവശ്യപ്പെട്ടത് കെട്ടിപ്പിടിക്കരുതെന്നാണ്. അതിന് അദ്ദേഹം പിന്നീട് വിശദീകരിച്ചത് ആര്യാടൻ ഷൗക്കത്ത് കെട്ടിപ്പിടുത്തത്തിന്റെ ആളാണ്. പക്ഷേ ഈ സൗഹൃദം വേണം, സ്ഥാനാർത്ഥികൾ തമ്മിൽ സൗഹൃദം വേണം, പക്ഷേ അത് ആത്മാർത്ഥമാകണമെന്ന് കൂടി PV അൻവർ പറയുകയുണ്ടായി. ആ നിലയ്ക്കാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത്. ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തതിന് ശേഷമാണ് ഈ നിലയ്ക്ക് ഇത്തരമൊരു പ്രതികരണം നടത്തിയത്. തുടർന്ന് ആര്യാടൻ ഷൗക്കത്ത് ഈ ബൂത്തിൽ നിന്ന് മടങ്ങുകയും തൊട്ടു പിന്നാലെ PV അൻവറും മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിൽ നിന്ന് മടങ്ങുകയും ചെയ്തു. മറ്റ് ബൂത്തുകളിൽ സന്ദർശനം നടത്തുകയാണ്. തിരക്കിട്ട സന്ദർശനങ്ങളാണ് ബൂത്തുകളിൽ സ്ഥാനാർത്ഥികൾ നടത്തുന്നത്. ആ നിലയ്ക്കുള്ള തിരക്കിട്ട അവസാനവട്ടം വോട്ടർമാരെ കാണാനും വോട്ടെടുപ്പ് സുഗമമായി നടക്കുന്നുണ്ടോ എന്നതടക്കം നിരീക്ഷിക്കാനുമായിട്ടാണ് സ്ഥാനാർത്ഥികൾ നടക്കുന്നത്. PV അൻവർ തന്നെ ഇപ്പോൾ തമ്മിൽ കണ്ടുമുട്ടുകയും ആസ്ഥാനം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതിനല്ല എന്താ ഒരു ജ്യേഷ്ഠനല്ലോ, ഒന്ന് ഒളിഞ്ഞ പിണറായി, ഒന്ന് തെളിഞ്ഞ പിണറായി. അവർക്കെന്താ ആരെങ്കിലും ചെയ്യുന്നതിന് സ്വാഭാവികമാണ്, അതെല്ലാവർക്കും അറിയാലോ. അതിന്റെ പേരിലാണ്. PV അൻവർ എന്തുകൊണ്ടാണ് ആലിംഗനം ചെയ്യാത്തത്? അല്ല, അദ്ദേഹത്തിന്റെ അത് സൗഹൃദമല്ല. അദ്ദേഹത്തിന്റെ ആലിംഗനത്തിന് വിധേയമാകുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ ആലിംഗനത്തിന് വിധേയമായതൊക്കെ സ്ഥിതി നമുക്കറിയാം. മനസ്സിലായില്ലേ? ഞാൻ ആസ്ഥാനം ചെയ്തല്ലോ, ഇറ്റ്സ് ഇനഫ്. അതെന്താണ് ഒരു മെസ്സേജ് കൺവേയിങ്. അതിലപ്പുറത്തേക്കുള്ളത് അത് വേണ്ട. സ്വരാജിനോട് നാടകം വേണ്ട. സ്വരാജിനോട് ഇത് നിലപാടാണ്. അല്ലല്ല, സ്വരാജിനോട് ആ നിലപാടെടുക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വരാജ് ആ ലെവലിലേക്കൊന്നും ആയിട്ടില്ല. ഞാൻ ആവാതിരിക്കട്ടെ. കാരണം ഇന്നത്തെ ആലിംഗനം കൊണ്ട് ഇനി സ്വരാജിന് എന്താ സംഭവിക്കാനില്ല എനിക്കറിയില്ല. PV അൻവർ ചാണകം ചാരിയ ചാണകം മണക്കും, ചന്ദനം ചാരിയ ചന്ദനം മണക്കും. അത് സംഭവിക്കാതിരിക്കട്ടെ. എന്തായാലും PV അൻവറിന്റെ ഇക്കാര്യത്തിലെ വിശദീകരണം ഇതാണ്. അതായത് താൻ ആലിംഗനം ചെയ്യാത്തത് അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കരുതെന്ന് പറഞ്ഞത് അത് ആത്മാർത്ഥമാകണമെന്നതുകൊണ്ടാണ്. ആര്യാടൻ ഷൗക്കത്തിന്റെ കാര്യത്തിൽ ആത്മാർത്ഥത എനിക്ക് തോന്നുന്നില്ല. അതേസമയം M സ്വരാജ് ആണെങ്കിൽ കെട്ടിപ്പിടിക്കാൻ വന്നാൽ, ആലിംഗനം ചെയ്യാൻ വന്നാൽ അത് അംഗീകരിക്കും. സ്വരാജ് ആര്യാടൻ ഷൗക്കത്തിനെ പോലെയല്ല എന്നതടക്കമാണ് PV അൻവർ ഈ വോട്ടെടുപ്പ് ദിവസത്തിൽ ഉന്നയിക്കുന്നത്. ആ നിലയ്ക്ക് കടുത്ത ആരോപണങ്ങളും വിവാദം ഉണ്ടാക്കാവുന്ന പ്രസ്താവനകളുമാണ് PV അൻവറിന്റെ ഭാഗത്ത് നിന്ന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഉയർന്നു വരുന്നത്.